അപ്പോൾ ഇനി ഫൈനലിസ്റ്റിൽ സ്പെയിനിന് വേണ്ടിയിട്ട് പുള്ളിയാണ് ഗോൾ വല കാക്കുന്നതെങ്കിൽ മെസ്സിക്ക് പുള്ളിയെ മറികടക്കാൻ പറ്റുമോ? പുള്ളിയുടെ വലയിൽ മെസ്സിക്ക് ഗോൾ ഇടാൻ പറ്റുമോ? ജുവാൻ ഗാർസിയനെ കുറിച്ചാണല്ലേ ഇപ്പോൾ മൊത്തം ചർച്ച നടക്കുന്നത്. എങ്ങനെ ചർച്ച നടക്കാതിരിക്കല്ലേ? എന്ത് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഡിഫൻഡറെ തള്ളിയെ കൊണ്ടിട്ടിട്ട് ആ ഗോൾ സേവ് ചെയ്യാൻ നടത്തിയ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഫുട്ബോൾ ഐക്യമുള്ളവർക്ക് മാത്രം പറ്റും. ജുവാൻ ഗാർസിയന്റെ പാസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, പുള്ളി എസ്പാനിയോളിന്റെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്നു വന്നതാണ്. ഇപ്പൊ വയസ്സ് 24. അങ്ങനെയാണ് ബാഴ്സലോണ റാഞ്ചുന്നത്. എസ്പാനിയോളിൽ കളിച്ച് അവസാനം ബാർസ റാഞ്ചി എടുത്ത്. അപ്പൊ ടെർസ്റ്റേഗന് പരിക്ക് പറ്റിയ ആ ടൈമിൽ സബ്ബായിട്ടായിരുന്നു കളിപ്പിച്ചത്, താൽക്കാലികമായിട്ട് കളിപ്പിച്ചു. പക്ഷേ പുള്ളി ആ പെർഫോമൻസിൽ ആ സ്ഥാനം കൊണ്ട് അരക്കെട്ട് ഉറപ്പിച്ച്. ഇത് കൂടാതെ തന്നെ സ്പെയിനിന്റെ കൂടെ കളിച്ചപ്പോൾ സ്പെയിൻ 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്പെയിൻ സ്വർണം നേടിയ ഏറ്റവും പ്രധാന പങ്ക് വെച്ചത് ഈ ജുവാൻ ഗാർസിയാണ്. ഇനി എന്തായാലും ലോകം കാണാൻ പോകുന്ന ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ട് മാറാൻ പോകുന്ന ഒരു താരമാണ്. ബാർസലോണ ഫാൻസിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഇനി ഫൈനലിസ്റ്റിൽ സ്പെയിനിന് വേണ്ടിയിട്ട് പുള്ളിയാണ് ഗോൾ വല കാക്കുന്നതെങ്കിൽ മെസ്സിക്ക് പുള്ളിയെ മറികടക്കാൻ പറ്റുമോ? പുള്ളിയുടെ വലയിൽ മെസ്സിക്ക് ഗോൾ ഇടാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഗാർസിയന്റെ പെർഫോമൻസിനെ കുറിച്ചും കൂടി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ.